സഹകരണ നിയമങ്ങൾ കാറ്റിൽ പറത്തി കരിവന്നൂർ സഹകരണ ബാങ്കിൽ CPM നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്ന പകൽക്കൊള്ളയുടെ കൂടുതൽ ചിത്രം ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. CPM നിയന്ത്രിക്കുന്ന രഹസ്യ അക്കൗണ്ടുകൾ വഴി നടന്ന അഴിമതി സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കെ ഉളുപ്പും നാണവുമില്ലാതെ ജനത്തിന്റെ പണം കൊള്ളയടിച്ചവർ സ്വയം വെള്ളപൂശാനായി ബ്രഷും പെയിന്റും വാങ്ങിക്കൂട്ടി പെടാപ്പാട് പെടുകയാണ്. വൻതോതിൽ പണമിടപാടുകൾ നടന്ന CPMന്റെ രഹസ്യ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ ED റിസർവ് ബാങ്കിനും കേന്ദ്ര ധനമന്ത്രാലയത്തിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൈമാറിയിരിക്കുന്നത് ശക്തമായ നടപടികളിലേക്കുള്ള നീക്കമായിരിക്കെ ED വിളിച്ചിട്ട് പോകാൻ കൂട്ടാക്കാത്ത CPM ജില്ലാ സെക്രട്ടറിയോട് ഹാജരായേ പറ്റൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് ED. കരിവന്നൂർ കള്ളപ്പണ കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന്റെ ആവശ്യം ED തള്ളിയിരിക്കുകയാണ്. ഏപ്രിൽ 5-ന് ഹാജരാകാൻ വീണ്ടും ED നോട്ടീസ് നൽകുകയും ചെയ്തു. ഈ മാസം 26-ന് ശേഷം ഹാജരാകാമെന്നായിരുന്നു വർഗീസ് EDയെ അറിയിച്ചിരുന്നത്. എന്നാൽ MM വർഗീസ് സ്ഥാനാർത്ഥിയോ ഔദ്യോഗിക ചുമതല വഹിക്കുന്നയാളോ അല്ലെന്ന് നിരീക്ഷിച്ച ED ആവശ്യം അംഗീകരിക്കാനാകില്ലെന്നറിയിച്ച് ഏപ്രിൽ 5-ന് ഹാജരാകാൻ വീണ്ടും നോട്ടീസ് നൽകുകയാണ് ഉണ്ടായത്. കള്ളപ്പണ കേസിൽ ED ആവശ്യപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് നൽകാൻ MM വർഗീസ് കൂട്ടാക്കിയില്ല. കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ സതീഷ് കുമാറുമായി ബിജു സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതായി ED കണ്ടെത്തിയിരുന്നു. കരിവന്നൂരിൽ നിന്ന് തട്ടിയ പണമാണ് ഇത് എന്നാണ് ED ഉന്നയിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ CPM നേതാക്കളെ ED ചോദ്യം ചെയ്യാനിരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. മുൻ MP PK ബിജു, CPM തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ PK ഷാജൻ എന്നിവരോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഷാജനോട് വെള്ളിയാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു. കരിവന്നൂരിലെ തട്ടിപ്പ് അന്വേഷിക്കാൻ CPM നിയോഗിച്ച അന്വേഷണ സമിതി അംഗങ്ങളായിരുന്നു ഇവർ ഇരുവരും. കരിവന്നൂർ കള്ളപ്പണ കേസിൽ CPMന് കുരുക്ക് മുറുകുകയാണ്. ED CPMന്റെ രഹസ്യ അക്കൗണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ധനമന്ത്രാലയത്തിനും റിസർവ് ബാങ്കിനും നേരത്തെ തന്നെ കൈമാറിയിരുന്നു. കരിവന്നൂരിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നേരിട്ട് ഉറപ്പു നൽകിയതിന് പിറകെയാണ് ഇത്. 5 രഹസ്യ അക്കൗണ്ടുകൾ പാർട്ടിക്ക് കരിവന്നൂർ ബാങ്കിലുണ്ട്. അക്കൗണ്ടുകൾ തുടങ്ങണമെങ്കിൽ ബാങ്കിൽ അംഗത്വം എടുക്കണമെന്നാണ് ബാങ്ക് ബൈലോയിലും സഹകരണ നിയമവും പറയുന്നത്. എന്നാൽ ഇത് CPM നേതാക്കൾ പാലിച്ചിട്ടില്ല. പാർട്ടിയുമായി ബന്ധപ്പെട്ട ഭൂമി ഇടപാടുകളിലെ തുക നിക്ഷേപിക്കാനും ബിനാമി വായ്പകൾ വിതരണം ചെയ്യാനും കമ്മീഷൻ തുക നിക്ഷേപിക്കാനും അക്കൗണ്ടുകൾ CPM ഉപയോഗിക്കുകയായിരുന്നു. പാർട്ടി ഫണ്ട് പിരിവ് സംബന്ധമായ കാര്യങ്ങളും ഈ അക്കൗണ്ടുകളിലൂടെ CPM നടത്തി. ഉന്നത CPM നേതാക്കൾ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുകയാണ് ഉണ്ടായത്. എന്നാൽ ഈ അക്കൗണ്ടുകൾ സംബന്ധിച്ച ഒരു വിവരവും ഓഡിറ്റ് രേഖകളിൽ ഇല്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. CPMന് തൃശൂർ ജില്ലയിൽ മാത്രം 17 ഏരിയ കമ്മിറ്റികളുടെ കീഴിൽ 25 അക്കൗണ്ടുകൾ വിവിധ സഹകരണ ബാങ്കുകളിലായി ഉണ്ട്. ഈ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട ഒരു വിവരവും കഴിഞ്ഞ മാർച്ചിൽ ഓഡിറ്റ് ചെയ്ത കണക്കുകളിൽ ഇല്ലെന്ന് ED പറയുന്നു. ജനപ്രാതിനിധ്യ നിയമവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച മാർഗരേഖകളും അനുസരിച്ച് അക്കൗണ്ട് വിവരങ്ങളും കണക്കുകളും രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായി വെളിപ്പെടുത്തേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ധനമന്ത്രാലയത്തിന്റെയും റിസർവ് ബാങ്കിന്റെയും നിലപാട് കരിവന്നൂരിലെ ED അന്വേഷണത്തിൽ നിർണായകമാകുമെന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. ജനങ്ങൾ സംശയിച്ചതുപോലെ തന്നെ കരിവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നത് CPMന്റെ അറിവോടും സമ്മതത്തോടും പങ്കാളിത്തത്തോടു കൂടിയുമുള്ള പകൽക്കൊള്ള തന്നെയായിരുന്നു. സഹകരണ നിയമങ്ങൾ ലംഘിച്ചാണ് CPM കരിവന്നൂർ ബാങ്കിൽ രഹസ്യ അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നത്. ഇതിനെതിരെയും നടപടിക്ക് സാധ്യതയുണ്ട്. രഹസ്യ അക്കൗണ്ടുകൾ വഴിയാണ് ബിനാമി വായ്പകളുടെ കമ്മീഷൻ പാർട്ടി കൈപ്പറ്റിയിരുന്നത് എന്നും ED കണ്ടെത്തിയിരിക്കുകയാണ്. ഈ അക്കൗണ്ടുകൾ വഴി ഭൂമി ഇടപാടുകൾ വരെ നടത്തി. ഇത് സംബന്ധിച്ച വിവരങ്ങളെല്ലാം ഓഡിറ്റിംഗിൽ നിന്ന് മറച്ചുവെക്കുന്നതുൾപ്പെടെ ഗുരുതരമായ നിയമലംഘനമാണ് CPM ചെയ്തിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിരിക്കണമെന്നത് നിർബന്ധമാണ്. കരിവന്നൂരിലെ രഹസ്യ അക്കൗണ്ടുകളുടെ കാര്യത്തിൽ CPM ഇത് ചെയ്യാതിരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾക്ക് കാരണമാകും. കരിവന്നൂരിൽ CPM നേതാക്കൾ മാത്രമല്ല പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയും കമ്മീഷൻ വാങ്ങിയെന്ന വിവരവും അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ മദ്യനയ അഴിമതി കേസിൽ ED അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കരിവന്നൂരിലെത്തി പാർട്ടി നേതാക്കളുമായി ഒരു മിന്നൽ കൂടിക്കാഴ്ച പോലും നടത്തിയിരുന്നു. അഴിമതിക്കെതിരെ കേന്ദ്ര സർക്കാർ ഒത്തുതീർപ്പിനില്ലെന്നും അഴിമതികൾ നടത്തിയവരെ അവർ വഹിക്കുന്ന പദവികൾ നോക്കാതെ പിടികൂടുമെന്നും വ്യക്തമായ സാഹചര്യത്തിലായിരുന്നു പിണറായിയുടെ ഈ മിന്നൽ കൂടിക്കാഴ്ച നടക്കുന്നത്. അഴിമതിക്കാരായ പാർട്ടി നേതാക്കൾക്ക് ആത്മവിശ്വാസം പകരുകയായിരുന്നു പിണറായിയുടെ ലക്ഷ്യം.